വെൽക്കം ടു കൽപ്പൻ കാന്താരി വ്ളോഗ്സ്. ഞാൻ 3-4 പ്രാവശ്യം ഇൻട്രോ എടുത്തു ഗൈസ്. അപ്പൊക്കെ പറയുന്നത് വെൽക്കം ടു അമ്മൂണ്ണി എന്ന് കേട്ടോ അതിൽ വന്നത്. ഞാൻ കൽപ്പൻ്റെ കാന്താരി വ്ളോഗ്സ് പറഞ്ഞ് പഠിച്ചിട്ട് ഒന്നുകൂടി ഇൻട്രോ എടുത്തു. ഇന്നത്തെ ഔട്ട്ഫിറ്റ് സാരി ആയിട്ടോ. അതേ ബസ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് വന്നിരുന്നു. ബസ്സുവിനൊന്ന് ENT കാണിക്കണം. അപ്പോൾ അതിനിറങ്ങിയതാണ്. അതുമാത്രമല്ല, ഇന്ന് എന്താണ് പ്രത്യേകത, വിജയദശമി ദിനമാണ്. അപ്പോൾ ഇന്ന് എല്ലാ കുട്ടികളും എന്താ പറയുക, ഡാൻസിനായാലും പാട്ടിനായാലും എഴുത്തിലൊക്കെ ആണെങ്കിൽ ഇരിക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നത്തെ ദിവസമാണ് ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാണ്. ഒരുപാട് പ്രാവശ്യം തുടങ്ങി വെച്ചതായിരുന്നു. അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അത് എൻ്റെ ഒരു വാശിയാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ പോണ വഴിക്ക് എനിക്ക് ദക്ഷിണ വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങുന്ന വീഡിയോ ആണ്. അപ്പോൾ ബസ് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പാലൊന്ന് കൊടുത്ത് സെറ്റാകട്ടെ, ഏട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ എവിടെയാണ് പഠിക്കണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ ഡാൻസ് സ്കൂളിൽ ചെന്നെത്തിയ കേട്ടോ. അപ്പോൾ അവിടെ ടീച്ചറിൻ്റെ മകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഒരുപാട് പേര് വന്ന് പോയി. പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് അവർ വന്നത്. ടീച്ചർ എന്താ പറയുക, നല്ല ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡോടെ വർത്താനൊക്കെ പറയാൻ നല്ല കമ്പനി ബേസിലുള്ള നല്ലൊരു ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിൻ്റെ പേര് നീനു എന്നാണ്. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. അങ്ങനെ വിളക്കൊക്കെ ടീച്ചർ കത്തിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു വെറ്റിലെ അടക്ക അവിടെ നിന്ന് എടുത്തിട്ട് ദക്ഷിണ നമ്മൾ കൊടുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു തുടക്കം മാത്രം, ഇതെനിക്ക് സക്സസ് ആവുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇതിലോട്ട് ഇപ്പോൾ ഇറങ്ങി തിരിച്ചത്. കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ്. അത് എന്താ പറയുക, സാധിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതിലോട്ട് എത്താൻ വേണ്ടി എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ പാർട്ണർ നിൽക്കുമെന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെ ഇറങ്ങി തിരിച്ചത്. അങ്ങനെ ടീച്ചർക്ക് ദക്ഷിണ കൊടുത്തു. ടീച്ചറിൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി. ടീച്ചർ അനുഗ്രഹിച്ചു. അപ്പോൾ എന്താ പറയുക, അടുത്ത കൊല്ലം ഈ ദിവസം എൻ്റെ അരങ്ങേറ്റമായി വയ്ക്കാം എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ നമസ്കരിക്കാൻ പഠിക്കുകയാണ് കേട്ടോ. ടീച്ചർ കാണിച്ചു തരുന്ന പോലെ ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇരിക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ആയല്ലോ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ എനിക്ക് തടി വെച്ചിട്ടൊക്കെ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ പിന്നെ സാരി ഞാൻ ജസ്റ്റ് ഇന്ന് കൊണ്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഉടുക്കുന്നുള്ളൂ. സാരി ഉടുത്തിട്ട് എനിക്ക് തീരെ കംഫർട്ടബിൾ അല്ല കേട്ടോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റുന്നില്ല, സാരി ചവിട്ടി പോകുന്നുണ്ട്. അപ്പോൾ ടീച്ചർ അരമണ്ഡലത്തിൽ നിന്ന് കളിക്കാൻ പറഞ്ഞു. അപ്പോൾ ടീച്ചർ കാണിച്ചു തരികയാണെന്ന് കേട്ടോ, എങ്ങനെയാണ് ചവിട്ടുന്നതെന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചവിട്ടുമ്പോൾ ഈ സാരിയുടെ ഉള്ളിൽ സാരി ഞാൻ ചവിട്ടി പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു പേടിഞ്ഞ് വീണ് പോകുമോ. അടുത്ത പ്രാവശ്യം മുതൽ പിന്നെ ചുരിദാറൊക്കെ ഇട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഏട്ടനും മോനും ബദ്രിയും കൂടി കാറിലിരിക്കുക കേട്ടോ. അവർ പുറത്ത് വെയിറ്റ് ചെയ്യട്ടോ. അങ്ങനെ പുതിയൊരു തുടക്കമാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.